കഴിഞ്ഞ ദിവസം വ്യവസായ മേഖലയിലെ ഒരു വിദ്വാൻ്റെ പ്രസ്താവന പുറത്തു വന്നിരുന്നു. ലാർസൻ ആൻഡ് ട്യൂബ്രോ L&T എന്ന കമ്പനിയുടെ ചെയർമാൻ SN സുബ്രഹ്മണ്യൻ എന്ന ആളുടേതാണ് ഈ പ്രസ്താവന. അദ്ദേഹം പറയുന്നത് ജീവനക്കാർ ഒരാഴ്ച 90 മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം. അത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ ജീവനക്കാരെ ഒരു യോഗത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഒരാഴ്ച ഇന്ത്യയിലെ ആളുകൾ ജോലിക്കാർ 90 മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം. അപ്പോൾ അതിനോടൊപ്പിച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, നിങ്ങളെക്കൊണ്ട് ഞായറാഴ്ചയും കൂടി ജോലി ചെയ്യിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ഞായറാഴ്ച അവധിയാണ്, ആ ദിവസം കൂടി നിങ്ങളെക്കൊണ്ട് ജോലി ചെയ്യിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ഞായറാഴ്ചയുടെ കൂടി നിങ്ങൾ ജോലി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. കാരണം ഞാൻ ഞായറാഴ്ച ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഈ വിദ്വാൻ പറഞ്ഞിരിക്കുന്നത്. ഈ സംസാരത്തിനിടയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ ഞായറാഴ്ച നിങ്ങൾ വീട്ടിലിരുന്ന് എന്ത് ചെയ്യുകയാണ്? ഭാര്യയെ നോക്കിക്കൊണ്ട് എത്ര സമയം നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയും? നിങ്ങൾ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ഭാര്യയെ നോക്കിക്കൊണ്ടിരിക്കുക, ഭാര്യയായിട്ട് വഴക്കൂടുക, ഇതൊക്കെയല്ലേ നടക്കുന്നത്. അതുകൊണ്ട് ഞായറാഴ്ചയും നിങ്ങൾക്ക് ഓഫീസിൽ വന്നിരുന്ന് പണി ചെയ്യാൻ കഴിയില്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ചൈനക്കാർ വളരെ കൂടുതൽ സമയം ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ ജോലി സമയം കൂടുതലാണ്, ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിവിടെ ഞായറാഴ്ചയും ജോലി ചെയ്യണം, ആഴ്ചയിൽ 90 മണിക്കൂർ ഇന്ത്യയിലെ തൊഴിലാളികൾ ജോലി ചെയ്യണം എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ ഇതിനു മുമ്പ് വേറൊരു വിദ്വാൻ്റെ പ്രസ്താവന വന്നിരുന്നു, NR നാരായണമൂർത്തി. അദ്ദേഹം പറഞ്ഞത് 70 മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം. അതായത് ഇൻഫോസിസിൻ്റെ സ്ഥാപക ചെയർമാനായിട്ടുള്ള ആളാണ് NR നാരായണമൂർത്തി. 70 മണിക്കൂറെങ്കിലും ഇന്ത്യയിലെ ജീവനക്കാർ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ പിന്തുടർന്ന് പല ആളുകളും ഇന്ത്യയിലെ ആളുകൾ ജോലി ചെയ്യുന്നില്ല, കൂടുതൽ സമയം ജോലി ചെയ്യണം എന്നൊക്കെ ഈ വ്യവസായ രംഗത്തെ പ്രമുഖരായിട്ടുള്ള മാന്യന്മാർ ഇങ്ങനെ നമ്മൾ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ആലോചിക്കണം. ഈ അന്ന സെബാസ്റ്റ്യൻ പേരയിൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന കമ്പനിയിലെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ പേരിൽ കൂടുതൽ സമയം ജോലി ചെയ്യുകയും വളരെയധികം ടെൻഷനിലാവുകയും ചെയ്തതിൻ്റെ പേരിൽ ആ പെൺകുട്ടി മരിച്ച സംഭവം അടുത്ത കാലത്തുണ്ടായി. അതുപോലെ തന്നെ ജോലിയുടെ സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീഴുകയും മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളുടെ നിരവധിയായ കഥകൾ, റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് പറയുന്നത് ഞായറാഴ്ചയുടെ ജോലി ചെയ്യണം, ആഴ്ചയിൽ 7 ദിവസം എന്നുള്ളത് ജോലി ചെയ്യണതിന് എന്താണ് കുഴപ്പം, അവധിയുടെ ആവശ്യം എന്താണ് എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. ഇനി ഈ സുബ്രഹ്മണ്യൻ്റെ കാര്യം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഈ വിദ്വാൻ്റെ ശമ്പളം നമ്മളൊന്ന് നോക്കണം. അതായത് കഴിഞ്ഞ വർഷം അദ്ദേഹം മേടിച്ച സാലറി എന്ന് പറയുന്നത് 51 കോടി രൂപയാണ്. എല്ലാ ആനുകൂല്യങ്ങളടക്കം ഒരു വർഷം അദ്ദേഹം മേടിച്ച ശമ്പളം എന്ന് പറയുന്നത് 51 കോടി രൂപയാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനി ഈ L&T കമ്പനിയിലെ ജീവനക്കാരുടെ ശരാശരി ശമ്പളത്തിൻ്റെ 534.57 ഇരട്ടിയാണ് ഈ ശമ്പളം എന്ന് പറയുന്നത്. നമ്മളാരുമല്ല, ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം പറഞ്ഞതാണ്. 536.57 ഇരട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം. അപ്പോൾ അത്തരത്തിൽ 51 കോടി രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളാണ്. 51 കോടി രൂപ ശമ്പളം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഞായറാഴ്ചയും ജോലി ചെയ്യണം. അതൊക്കെ ശരിയാണ്. ചെയർമാൻ സ്ഥാനത്തിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അതൊക്കെ അതിനനുസരിച്ചുള്ള പെർസ് ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ വളരെ നിസ്സാരമായ തുച്ഛമായ വേതനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് പറയണം, നിങ്ങൾ അവധിയൊന്നും എടുക്കാതെ ഞായറാഴ്ചയും വർക്ക് ചെയ്യണം. ഇതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പുതിയ മാറ്റം. അപ്പോൾ കോർപ്പറേറ്റുകളുടെ ഈ രീതിയിൽ തൊഴിൽ ചൂഷണത്തിൽ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള മതിയായ വേതനം കൊടുക്കാതിരിക്കുക, അവരെ ജോലി സമ്മർദ്ദത്തിലാക്കുക, അവർ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരണം. എന്തിനാണ് നിങ്ങൾ അവധിയെടുത്ത് വീട്ടിലിരിക്കണത്, ഭാര്യയെ നോക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഒരു പുതിയ പ്രവണതയാണ്. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയും ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ സ്ഥിതിയുമൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം ഈ L&T ചെയർമാൻ്റെ ഈ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഭാവിയിൽ ഇത്തരത്തിലുള്ള കൂടുതൽ സമ്മർദ്ദങ്ങൾ ജീവനക്കാരുടെ, തൊഴിലാളികളുടെ മേൽ വരുന്നതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്ന സെബാസ്റ്റ്യൻ പേരയിലിനെ പോലുള്ളവരുടെ അനുഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശക്തമായ പ്രതിരോധം ഉയർന്നു വരേണ്ട സാഹചര്യവുമുണ്ട്.